മുന്നിൽ നിൽക്കുന്ന ജോയലിനെ കണ്ട് കൃഷ്ണ ഞെട്ടി അവനെ തന്നെ നോക്കി. വരില്ലെന്ന് കരുതിയതാണ്, പക്ഷേ ഇങ്ങനൊരു വരവ് അത് എന്തിനു വേണ്ടിയാവും? അവൾ മനസ്സിലോർത്തു. അവന്റെ കണ്ണുകളിൽ ബെഡിൽ കിടക്കുന്ന കാശിയിൽ തന്നെ തങ്ങി നിന്നു. അവൻ വേഗത്തിൽ കാശിക്കരികിലേക്ക് നടന്നു. മുന്നിൽ നിൽക്കുന്ന കൃഷ്ണയെ അവനൊന്ന് നോക്കുക കൂടി ചെയ്തില്ല. അവന്റെ പ്രവൃത്തി അവളെ കുത്തി നോവിക്കും പോലെ തോന്നി കൃഷ്ണയ്ക്ക്. എന്തൊക്കെയുണ്ട് കാശിനാഥ്, സുഖം തന്നെയല്ലേ? ബെഡിൽ കൈകുത്തി കാശിയുടെ മുഖത്തിന് നേരെ കുനിഞ്ഞുകൊണ്ട് ജോയൽ പുച്ഛത്തോടെ ചോദിച്ചു. കാശി ഞെട്ടി ജോയലിന്റെ മുഖത്തേക്ക് നോക്കി. അവന്റെ കാശിനാഥ് എന്ന വിളിയിൽ തന്നെ കുരുങ്ങിക്കിടക്കുകയായിരുന്നു കാശിയുടെ മനസ്സ്. പരിചയപ്പെട്ട നാൾ മുതൽ ഇന്നുവരെ കാശി എന്നല്ലാതെ മറ്റൊന്നും വിളിച്ചിട്ടില്ല ജോയൽ. പക്ഷേ ഇന്ന് അവൻ വേദനയോടെ ഓർത്തു. ജോയിച്ചാ, കാശി വേദനയോടെ വിളിച്ചു. എന്തിനായിരുന്നു എന്നോട് ഈ ചതി? പറയാമായിരുന്നില്ലേ ഒരു തവണയെങ്കിലും? കൂടെ നിന്ന് ചതിച്ചില്ലേ നീയും എന്നെ? കൂടപ്പിറപ്പിനെ പോലെ സ്നേഹിച്ചതല്ലേ ഞാൻ? ജോയലിന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. കാശിക്ക് എന്തു ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയായി. അവന് ജോയലിന്റെ മുഖത്തേക്ക് നോക്കാൻ കഴിയാത്തതുപോലെ തോന്നി. പറയടാ, എന്തിനാ എന്നിൽ നിന്ന് മറച്ചു വെച്ചത്? അത് ചോദിക്കുമ്പോൾ ജോയലിന്റെ ശബ്ദം ചെറുതായി കുഴയുന്നുണ്ടായിരുന്നു. കാശിയും കൃഷ്ണയും അവനെ സംശയത്തോടെ നോക്കി. നീ കുടിച്ചിട്ടുണ്ടോ ജോയിച്ചാ? കാശിയുടെ കണ്ണുകൾ ചുരുങ്ങി. കുടിച്ചു. ഇനിയും കുടിക്കും. നശിക്കട്ടെ. ഇങ്ങനെ ഉരുകി ഉരുകി തീരുന്നതിലും നല്ലത് ഒറ്റയടിക്ക് തീരുന്നതാ. മടുത്തു എനിക്ക്. ഒഴുകിയിറങ്ങിയ കണ്ണുനീരിനെ വാശിയോടെ തുടച്ചുകൊണ്ട് ജോയൽ പറഞ്ഞു. കൃഷ്ണയ്ക്ക് ജോയലിന്റെ നിൽപ്പ് കണ്ട് നെഞ്ചു വെങ്ങും പോലെ തോന്നി. പക്ഷേ അവൾ ഒന്നിനും പ്രതികരിച്ചില്ല. ജോയിച്ചാ, നീ ഇതെന്തു ഭാവിച്ചാ? കാശി ടെൻഷനോടെ ചോദിച്ചു. കഴിയില്ല എനിക്ക്. വല്യപ്പച്ചനെ എതിർക്കാൻ കഴിയില്ല എനിക്ക്. വല്യപ്പച്ചന്റെ സമ്മതമില്ലാതെ ഇവളെ സ്വീകരിക്കാൻ കഴിയില്ല എനിക്ക്. നോവുന്നു, വല്ലാതെ നോവുന്നു. ഞാൻ ഒരപ്പനാവാൻ പോവുകയാണെന്ന് അറിഞ്ഞിട്ടുകൂടി സന്തോഷിക്കാൻ എനിക്ക് കഴിയുന്നില്ല. പോകുന്നു ഞാൻ. നിങ്ങൾ എനിക്ക് മുന്നിൽ കളിച്ച നാടകത്തിൽ നിങ്ങൾ തന്നെ വിജയിച്ചു. തോറ്റുപോയി ഈ ജോയൽ ജോൺ കുരിശിങ്കൽ. ക്ഷമിക്കില്ല ഞാൻ. ക്ഷമിക്കാൻ കഴിയുന്നില്ല എനിക്ക്. ഒന്നു മാത്രം രണ്ടാളും ഓർത്തു വെച്ചോ. എൻ്റെ വല്യപ്പച്ചനാണ് എനിക്കെല്ലാം. വല്യപ്പച്ചൻ എന്ന് ഇവളെ സ്വീകരിക്കുന്നു അന്ന് മതി എനിക്കിവളെ. കൃഷ്ണയെ നോക്കി കത്തുന്ന കണ്ണുകളോടെ പറഞ്ഞുകൊണ്ട് ജോയൽ വാതിലിനടുത്തേക്ക് നടന്നു. പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുന്നേ ഒരിക്കൽ കൂടി അവൻ തിരിഞ്ഞു നോക്കി. നീ വിളിച്ചില്ലേ എന്നെ നാട്ടാലില്ലാത്തവനെന്ന്? ആ അവസ്ഥയിൽ എന്നെ അങ്ങനെ ആക്കിയത് നീയാ. എൻ്റെ പെണ്ണാണെന്ന് ഉറക്കെ വിളിച്ചു പറയാൻ കഴിയാതിരുന്നത് നീ കാരണമാണ്. എല്ലാവരുടെയും മുന്നിൽ നിനക്ക് നാണം കെട്ടി നിൽക്കേണ്ടി വന്നതിൻ്റെ കാരണവും നീ മാത്രമാണ്. നീ മാണിക്യശ്ശേരിയിലെ കൊച്ചു തമ്പുരാട്ടി ആയിരുന്നെങ്കിൽ ആരുടെയും എതിർപ്പിനെ വകവയ്ക്കാതെ എൻ്റെ പെണ്ണായി ഞാൻ കൊണ്ടുപോയേനെ നിന്നെ കുരിശിങ്കലേക്ക്. പറഞ്ഞിരുന്നതല്ലേ ഞാൻ, ആര് സമ്മതിച്ചില്ലെങ്കിലും എൻ്റെ വല്യപ്പച്ചൻ നിന്നെ അംഗീകരിക്കുമെന്ന്. അവരെ അറിയാതെ നിന്നെ സ്വന്തമാക്കിയെങ്കിലും എൻ്റെ പെണ്ണാണെന്ന് അറിയുമ്പോൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുമെന്ന്. അപ്പോഴെങ്കിലും നീ എന്നോട് സത്യങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ ഈ അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. ജോയലിൻ്റെ കണ്ണുകൾ ഒരു വേള നിറഞ്ഞു. ഒരു നട്ടലുള്ളവനാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നിന്റെ വയറ്റിൽ വളരുന്ന നമ്മുടെ കുഞ്ഞ്. അത് പറയുമ്പോൾ ഒരു നിമിഷം ജോയലിൻ്റെ കണ്ണുകൾ കൃഷ്ണയുടെ വയറിലേക്ക് നീണ്ടു. കണ്ണുകളെ ശ്വാസനയോടെ പിടിച്ചു നിർത്തി അവൻ കാറ്റിൻ്റെ വേഗത്തിൽ മുറിവിട്ട് പുറത്തേക്ക് പോയി. കൃഷ്ണയുടെ കൈകൾ അവൾ അറിയാതെ തന്നെ അവളുടെ വയറിനെ പൊതിഞ്ഞു പിടിച്ചു. ഒരു പൊട്ടിക്കരച്ചിലോടെ അവൾ അവിടെയുള്ള ചെയറിലേക്കിരുന്നു. ബെന്നി, അവൾ എവിടെയുണ്ട് ഇപ്പോൾ? കയ്യിലുണ്ടായിരുന്ന മദ്യക്കുപ്പിയിൽ നിന്ന് കുറച്ച് ഗ്ലാസ്സിലേക്ക് പകർത്തി ഒഴിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. അവൾ കാശിയുടെ കൂടെ ഹോസ്പിറ്റലിലുണ്ട്. ബെന്നി കയ്യിലിരുന്ന ഗ്ലാസ്സിലെ മദ്യം വായിലേക്ക് കമഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. അറിഞ്ഞില്ലേ നീ പുതിയ വിശേഷം? ജോയലിനിപ്പോൾ അവളെ വേണ്ടെന്ന്. എന്തായിരുന്നു അവളുടെ നെകളിപ്പ്? ഞാനിന്ന് തൊട്ടതിന് എന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവൾ തല്ലി. മറക്കില്ല ഞാൻ ആ ദിവസം. ആദ്യമായിട്ടാണ് ഞാൻ മോഹിച്ച പെണ്ണ് എൻ്റെ കൈവളയിൽ നിന്ന് നഷ്ടമായത്. അവൻ്റെ ബലത്തിൽ അവൾ അന്ന് എന്നെ ആട്ടി ഓടിച്ചു. എന്നിട്ടിപ്പോൾ എന്ത് സംഭവിച്ചു? വയറ്റിലൊരു കൊച്ചിനെയും വെച്ചുകൊണ്ട് അവൾ എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ടില്ലേ? കാര്യങ്ങളൊക്കെ ഇവിടെ വരെ എത്തിക്കാൻ ഞാൻ കളിച്ച കളികൾ എല്ലാം ഫലം കണ്ടു. ഇനി അവൾ എനിക്ക് സ്വന്തമാണ്. കൊണ്ടുവരും ഞാൻ അവളെ എൻ്റെ കാൽച്ചുവട്ടിൽ. മോഹിച്ചതൊന്നും ഈ റയാൻ സ്വന്തമാക്കാതിരുന്നിട്ടില്ല. അവളെപ്പോലെ ഞാൻ മോഹിച്ച ഓരോ പെണ്ണും എൻ്റെ മുന്നിൽ അടിയറവ് പറഞ്ഞിട്ടുണ്ട്. ഇനി മാണിക്യശ്ശേരി മനയിലെ കൊച്ചു തമ്പുരാട്ടി കൃഷ്ണപല്ലവിയുടെ ഊഴമാണ്. ഒരു വഷളൻ ചിരിയോടെ പറഞ്ഞുകൊണ്ട് റയാൻ ബോട്ടിലുണ്ടായിരുന്ന മദ്യം അതേപടി വായിലേക്ക് കമർത്തി. നിന്റെ ആവശ്യം കഴിഞ്ഞ് ബാക്കിയുണ്ടെങ്കിൽ എനിക്കും കൂടി തന്നേക്കണേ അളിയാ. അവളെപ്പോലെ മുന്തിയ ഒന്നിനെ കിട്ടിയാൽ ആരാ ഒന്ന് രുചിച്ചു നോക്കാൻ ആഗ്രഹിക്കാത്തത്? ബെന്നി റയാനെ പ്രതീക്ഷയോടെ നോക്കി. അതിനെന്താ ബെന്നി, എടുത്തോ. നിനക്ക് വേണ്ടുവോളം ആസ്വദിച്ചോ. പക്ഷേ ആദ്യത്തെ ഊഴം അത് എൻ്റേതായിരിക്കും. എവിടെടാ എൻ്റെ ചെറുക്കന്മാർ? ഒന്നിനെയും ഇവിടെ കാണുന്നില്ലല്ലോ. ആ, കാണാത്തതാ നല്ലത്. ഇല്ലെങ്കിൽ ഇന്ന് ഇവിടെ അടിനാശവും വെള്ളപ്പൊക്കവും ആയിരിക്കും. ഹാളിലേക്ക് കയറി വന്നുകൊണ്ടുള്ള മറിയത്തിൻ്റെ ചോദ്യത്തിന് മറുപടി പറയാതെ നിന്ന് പിറുപിറുക്കുകയാണ് ജോസഫ്. എന്നതാടാ പൊന്നുമോനെ, നീ വല്ലതും പറഞ്ഞായിരുന്നോ? മറിയ ജോസഫിനെ ചിറഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു. ഓ, ഒന്നുമില്ല എൻ്റെ അമ്മച്ചി. വന്ന കാലിൽ തന്നെ പിള്ളേരെയും തിരക്കി നിൽക്കാതെ അമ്മച്ചി ഇങ്ങോട്ട് വായോ.
വിശേഷങ്ങളൊക്കെ നമുക്ക് പിന്നെ ചോദിക്കാം. ആ, അത് നേരാടാ മക്കളെ നീ പറഞ്ഞത്. നിന്റെ അമ്മച്ചി കേരളത്തിലെ മൊത്തം പള്ളികളും കയറി നിരങ്ങിയേച്ചും വരുന്ന വഴിയല്ലയോ? ജോസഫിൻ്റെയും മറിയത്തിൻ്റെയും സംസാരം കേട്ടുകൊണ്ട് അങ്ങോട്ട് വന്ന സേവിച്ചൻ മറിയത്തെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ഞാൻ പള്ളിയിൽ ടൂർ പോയതല്ല, എൻ്റെ പിള്ളേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയതാ. സേവിച്ചനെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് മറിയ പറഞ്ഞു. ആ, അങ്ങനെ വരട്ടെ. അപ്പോൾ പിള്ളേർക്ക് വേണ്ടി മാത്രമേ ഉള്ളൂ? നമ്മളെപ്പോലുള്ള പാവങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊന്നും ഇവിടെ ആരുമില്ല, സേവിച്ചൻ സങ്കടം അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് അവിടെ നിന്ന് എല്ലാവരും ചിരിക്കാൻ തുടങ്ങി. അതിൽ ജെസ്സിയുടെ ചിരി അല്പം ഉയർന്നുപോയി. എല്ലാവരും അവളെ തന്നെ ഒരു നിമിഷം നോക്കി. ചിരി നിർത്തി നോക്കിയ ജെസ്സി കാണുന്നത് തന്നെ തന്നെ നോക്കി ചിരി കടിച്ചു പിടിക്കുന്ന ജോണിനെയും ജോസഫിനെയുമാണ്. ഷേർലി അവളെ നോക്കി കണ്ണൂരിടുന്നുണ്ട്. അബദ്ധം പറ്റിയെന്ന് മനസ്സിലായ ജെസ്സി വല്യപ്പച്ചനെയും വല്യമ്മച്ചയും നോക്കി നല്ലൊരു ഇളിയും പാസാക്കി അവിടുന്ന് ഒറ്റ ഓട്ടമായിരുന്നു. അത് കണ്ട് എല്ലാവരും ചിരിച്ചുപോയി. അമ്മച്ചി എപ്പോൾ വന്നു? റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ട് ജാൻസി അലസമായി ചോദിച്ചു. ജാൻസിയുടെ കൂടെ തന്നെ പോൾസണും ലിയയും ഉണ്ടായിരുന്നു. മറിയത്തെ കണ്ടപ്പോൾ തന്നെ ലിയ വല്യമ്മച്ചി എന്ന് വിളിച്ച് ഓടിപ്പോയി അവരെ കെട്ടിപ്പിടിച്ചു. എന്നെ നടി കൊച്ചേ, എന്നെ മറിച്ചിടുവോ നീ? അവർ വലിയ താല്പര്യമില്ലാത്തതുപോലെ പറഞ്ഞുകൊണ്ട് അവളെ അവരിൽ നിന്ന് അടർത്തി മാറ്റി. എനിക്കെന്നതാ വല്യമ്മച്ചി കൊണ്ടുവന്നത്? അവരുടെ ഇഷ്ടക്കേട് കണക്കിലെടുക്കാതെ ലിയ ആകാംക്ഷയോടെ ചോദിച്ചു. ആനമുട്ട. അങ്ങോട്ട് വന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ജെസ്സി ആരെയും നോക്കാതെ മുകളിലേക്കുള്ള പടി ഓടിക്കേറി. അത് കേട്ട് ചിരിച്ചുകൊണ്ട് എല്ലാവരും അവരവരുടെ കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു. ഹാളിൽ ജാൻസിയും പോൾസണും ലിയയും മാത്രം ബാക്കിയായി. മോളെ, നിനക്ക് ജോയലിനെ സ്വന്തമാക്കണമെങ്കിൽ ആദ്യം ഇവളെ ഒതുക്കണം. ഇല്ലെങ്കിൽ ഈ ജന്മം നിനക്ക് അവനെ കിട്ടില്ല, പോൾസൺ ജെസ്സിയോടുള്ള ദേഷ്യത്തിൽ പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു. ഒതുക്കാൻ ഇങ്ങ് വാ കേട്ടോ, ഞാൻ റെഡിയായി നിൽക്കുക ഒതുങ്ങാൻ. നിങ്ങൾ എന്നെ ഒതുക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടിട്ട് വേണം എനിക്ക് കിച്ചുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ. കൂട്ടിന് ആൾ വേണമല്ലോ ഇവൾക്കിട്ട് 2 എണ്ണം പൊട്ടിക്കാൻ. മുകളിലത്തെ നിലയിൽ നിന്ന് താഴേക്ക് നോക്കി വിളിച്ചു പറഞ്ഞിട്ട് ജെസ്സി പാട്ടും പാടി റൂമിലേക്ക് പോയി. കാശിക്ക് മാറിയിടാനുള്ള ഡ്രസ്സും മറ്റുമെടുക്കാൻ മാണിക്യശ്ശേരിയിലേക്ക് വന്നതാണ് കൃഷ്ണ. മനയ്ക്ക് മുന്നിൽ കാറ് നിർത്തി അവൾ പുറത്തേക്കിറങ്ങി. പഴമയും പ്രൗഢിയും വിളിച്ചോതുന്ന കൊട്ടാര സദൃശ്യമായ ആ 4 കെട്ടിലേക്ക് അവളുടെ കണ്ണുകൾ പാഞ്ഞു. അന്ന് ആദ്യമായി അവൾക്കവിടെ ഒറ്റപ്പെടൽ അനുഭവപ്പെട്ടു. അച്ഛനും അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും ഏട്ടനും ഒരുമിച്ച് കളിച്ചിരി തമാശകളോടെ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന ദിവസങ്ങൾ അവളുടെ മുന്നിലൂടെ ഓടി മറഞ്ഞു. നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൾ ബാഗും കയ്യിലെടുത്ത് ഉമ്മറത്തേക്ക് കയറി. ബാഗിൽ നിന്ന് ചാവിയെടുത്ത് അവൾ വാതിൽ തുറന്നു. കുഞ്ഞേ. അകത്തേക്ക് കയറാനായി കാല് ഉയർത്തിയപ്പോഴേക്കും പിറകിൽ നിന്ന് ആരുടെയോ വിളി കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. രാമേട്ടൻ. മുന്നിൽ നിൽക്കുന്ന വൃദ്ധനായ മനുഷ്യനെ കണ്ട് അവളുടെ ചുണ്ടുകൾ പതിയെ മൊഴിഞ്ഞു. മനയിലെ കാര്യസ്ഥനാണ് രാമൻ. ചന്ദ്രശേഖര വർമ്മയുടെ വിശ്വസ്തനായ വലങ്കൈ. ശേഖരന്റെ മരണശേഷവും മനയിലെ കാര്യങ്ങൾ കൃത്യമായി നോക്കിക്കണ്ട് ചെയ്യുന്നത് രാമൻ തന്നെയാണ്. കൃഷ്ണയും കാശിയും മനയിലില്ലാത്തപ്പോൾ അവിടെ വൃത്തിയാക്കാനും മറ്റുമായി രാമന്റെ ഭാര്യ ഗൗരി വരാറുണ്ട്. മനയ്ക്ക് കുറച്ച് അടുത്തായി തന്നെയാണ് അവരുടെ വീടും. രാമേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നോ? കൃഷ്ണ അയാൾക്ക് പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് ചോദിച്ചു. ഇല്ല കുഞ്ഞേ, ഞാൻ ഇതുവരെ കവലയിലേക്ക് പോകാൻ വന്നതാ. അപ്പോഴാ വണ്ടി കിടക്കുന്നത് കണ്ടത്. നോക്കിയപ്പോൾ കുഞ്ഞു പുറത്ത് നിൽക്കുന്നതും കണ്ടു, അങ്ങനെ കയറിയതാ, അയാൾ വിനയത്തോടെ പറഞ്ഞു. കാശി കുഞ്ഞിനിപ്പോൾ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല രാമേട്ട, 2 ദിവസം കഴിഞ്ഞാൽ ഡിസ്ചാർജ് ആകും. ഞാൻ ഏട്ടനുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതാ. 2 ദിവസം ഞാനിവിടെ ഉണ്ടാവില്ല, ഹോസ്പിറ്റലിലാവും. രാമേട്ടൻ്റെ ഒരു കണ്ണ് എപ്പോഴും ഇങ്ങോട്ടുണ്ടായിരിക്കണം കേട്ടോ. അത് പിന്നെ കുഞ്ഞു പറയേണ്ട കാര്യമുണ്ടോ? ഞാൻ നോക്കിക്കൊള്ളാം, ധൈര്യമായി പോയിട്ട് വാ. ഈ രാമന്റെ കണ്ണടയും വരെ എൻ്റെ ശേഖരേട്ടൻ്റെ മുറ്റത്ത് നിന്ന് ഒരു തരി മണ്ണ് പോലും ആരും കൊണ്ടുപോകില്ല, അയാൾ ഉറപ്പോടെ പറഞ്ഞു. കൃഷ്ണ അയാളെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു. കുഞ്ഞിന് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കണോ? ഞാൻ ഗൗരി ഇങ്ങോട്ട് പറഞ്ഞു വിടാം, രാമൻ സ്നേഹത്തോടെ പറഞ്ഞു. വേണ്ട രാമേട്ടാ, എനിക്കിപ്പോൾ ഒന്നും വേണ്ട. കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കണം, അത്രയേ വേണ്ടൂ ഇപ്പോൾ. രാമേട്ടൻ പൊയ്ക്കോളൂ. ഗൗരി ചേച്ചിയോട് എൻ്റെ അന്വേഷണം പറയണം. കണ്ണിൽ ഉരുണ്ടുകൂടിയ നീർമണികളെ ഒഴുകാൻ അനുവദിക്കാതെ തടഞ്ഞു നിർത്തിക്കൊണ്ട് അവൾ തിരിഞ്ഞ് അകത്തേക്ക് നടന്നു. അവൾ പോകുന്നത് നോക്കി ഒന്ന് നിശ്വസിച്ചുകൊണ്ട് രാമനും കവലയിലേക്ക് നടന്നു. ഫ്ളാറ്റിലെ ബാൽക്കണി റെയിലിങ്ങിൽ കൈ താങ്ങി പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ് ജോയൽ. അവൻ്റെ മനസ്സ് അസ്വസ്ഥമാണ്. തറവാട്ടിലേക്ക് പോകാൻ എന്തുകൊണ്ടോ അവന് കഴിഞ്ഞില്ല. വല്യപ്പച്ചൻ്റെ മുഖത്തേക്ക് നോക്കാൻ അവന് വല്ലാത്ത കുറ്റബോധം തോന്നി. കൂടെ ലിയയുടെ കൊഞ്ചുകുഴയിലും. കൃഷ്ണയെ അറിയില്ലെന്ന് എല്ലാവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞതിന് ശേഷം ജെസ്സി ഇതുവരെ അവനോട് മിണ്ടിയിട്ടില്ല. കാണുമ്പോഴൊക്കെ ഒഴിഞ്ഞു മാറിയാണ് അവളുടെ നടപ്പ്. അത് കാണുമ്പോൾ സഹിക്കാൻ കഴിയുന്നില്ല. കൂടെ ജീവൻ്റെയും ജീവാംശത്തിൻ്റെയും വേടുപാടും. തോളിൽ ആരുടെ കൈ പതിഞ്ഞപ്പോഴാണ് ജോയൽ ചിന്തകളിൽ നിന്ന് ഉണർന്നത്. തിരിഞ്ഞു നോക്കിയപ്പോൾ ജോബിനും ജിബിനുമാണ്. ജിബിൻ ബാൽക്കണിയിൽ തന്നെയുള്ള ടീ ടേബിളിലായിരുന്ന് മദ്യത്തിൻ്റെ ബോട്ടിൽ കയ്യിലേക്കെടുത്തു. അതിൻ്റെ 3/4 ഭാഗത്തോളം കാലിയാണ്.
എന്നതാ ചോദിച്ചാ ഇത്? നീ ഇത് എന്നെ ഭാവിച്ചാ? ജിബിൻ അല്പം ദേഷ്യഭാവത്തിൽ തന്നെ ചോദിച്ചു. കണ്ടില്ലേ നീ എന്നതാണെന്ന്? തീർന്നുവല്ല. ഈ ജോയൽ ജോൺ കുടിശ്ശികളുടെ എല്ലാ സന്തോഷവും സമാധാനവും തീർന്നു. മിന്നുകെട്ടി സ്വന്തമാക്കിയ പെണ്ണിനെ പോലും ചേർത്ത് നിർത്താൻ കഴിയാത്ത കഴിവുകെട്ടവനായി ഞാൻ, ജോയൽ വിറച്ചുകൊണ്ട് ദേഷ്യത്തിൽ പറഞ്ഞു. നീ എന്നതൊക്കെയാ ചോദിച്ചായി പറയുന്നത്? നീ എന്ത് ചെയ്തെന്നാ? സത്യങ്ങൾ മറച്ചു വെച്ചത് അവളും അവളുടെ പുന്നാര ഏട്ടനുമല്ലേ? അതിൽ നീ ഇങ്ങനെ സ്വയം കുറ്റപ്പെടുത്തേണ്ട കാര്യം എന്താണ്? ജോബിൻ ജോയലിന് അവന് നേരെ തിരിച്ചു നിർത്തിക്കൊണ്ട് ചോദിച്ചു. മിണ്ടരുത് നിങ്ങൾ. നിങ്ങളാണ് ജോബിച്ച എല്ലാത്തിനും കാരണം. ഉറ്റ സുഹൃത്തായി കൂടെ കൊണ്ട് നടന്നിട്ട് മാണിക്യശ്ശേരിയിലെ രക്തമാണെന്ന് അറിഞ്ഞപ്പോൾ പിന്നിൽ നിന്ന് കുത്തിയില്ലേ കാശി നിങ്ങൾ? ജോയൽ അരിശത്തോടെ ജോബിന് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് ചീറി. ഞാൻ അവനെ കുത്തിയത് അവൻ മാണിക്യശ്ശേരിയിലെ രക്തമായതുകൊണ്ടല്ല, കൂടെ നിന്ന് ചതിച്ചതിനാണ്. ജോബിനും അതേ ദേഷ്യത്തോടെ പറഞ്ഞു. സത്യങ്ങളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് അവൻ സൗഹൃദം നടച്ച് നമ്മുടെ കൂടെ കൂടി. അവൻ്റെ പെങ്ങളെ തങ്ങളെപ്പോലും അറിയിക്കാതെ നിന്നെ കൊണ്ട് പ്രണയിപ്പിച്ചു, വിവാഹം കഴിപ്പിച്ചു. നമ്മുടെ ജെസ്സിയെ അവൻ്റെ പ്രണയനാടകത്തിൽ അവൻ വീഴ്ത്തി. ഇതെല്ലാം അവൻ ചെയ്തത് വല്യപ്പച്ചനോടുള്ള പ്രതികാരത്തിൻ്റെ പേരിലാണ്. അവൻ്റെ കുടുംബത്തെ ആക്സിഡൻറ്റിൽ പെടുത്തി കൊന്നത് നമ്മുടെ വല്യപ്പച്ചനാണെന്നുള്ള തെറ്റിദ്ധാരണയിൽ വല്യപ്പച്ചനെ തകർക്കാൻ വേണ്ടി. ഒറ്റയടിക്ക് കൊല്ലാൻ മനസ്സ് പറഞ്ഞപ്പോഴും അവനെ കൂടപ്പറപ്പായി കണ്ട എനിക്ക് അതിന് കഴിഞ്ഞില്ല. അന്ന് ആദ്യമായി ഈ ജോബിൻ ജോൺ കുടിശ്ശിക്കലിൻ്റെ കൈ വിറച്ചു. ദേഷ്യത്തിൽ പറഞ്ഞു തുടങ്ങിയെങ്കിലും പറഞ്ഞു തീരുമ്പോഴേക്കും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു. ഞാൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു? അവനെ പൂവിട്ട് പൂജിക്കണമായിരുന്നോ? കുരിശിങ്കൽ സേവ്യറിൻ്റെ കൊച്ചുമകന് കൂടെ നിന്ന് ചതിക്കുന്നവരെ ചേർത്ത് പിടിച്ചല്ല, കൊന്നാണ് ശീലം. അതിനി ഞാൻ മരിക്കുവോളം അങ്ങനെ തന്നെ ആയിരിക്കും. അത്രയും പറഞ്ഞ് ജോബിൻ അവിടെ നിന്ന് പോയി. ജോയലും ജിബിനും പരസ്പരം നോക്കി. ജിബിൻ്റെ കയ്യിലിരുന്ന ബോട്ടിൽ പിടിച്ചു വാങ്ങി അതിൽ ബാക്കിയുണ്ടായിരുന്ന മദ്യം അതേപടി ജോയൽ വായിലേക്ക് കമഴ്ത്തി. കയ്യിൽ ആരുടെയും സ്പർശനം അറിഞ്ഞാണ് കാശി കണ്ണു തുറക്കുന്നത്. മുന്നിൽ നിറമിഴികളുമായി നിൽക്കുന്ന ജെസ്സിയെ കണ്ട് അവൻ ആദ്യമൊന്ന് ഞെട്ടി. പിന്നെ അവളെ നോക്കി പുഞ്ചിരിച്ചു. എന്താടി പെണ്ണെ, കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നു. എൻ്റെ ജാൻസി റാണി കരയുവാണോ? കാശി അവളെ കളിയാക്കി. അത് കേട്ടതും ജെസ്സിയുടെ മുഖം വീർത്തു. അവൾ ചുണ്ടു കൂർപ്പിച്ച് അവനെ നോക്കി കണ്ണുരുട്ടി. അത് കണ്ട് കാശി അറിയാതെ ചിരിച്ചുപോയി. നിങ്ങൾക്ക് ഇതല്ല കിട്ടേണ്ടത്. വെറുതെ അല്ല എൻ്റെ ഇച്ചായ നിങ്ങളെ. കെറുവോടെ പറഞ്ഞുകൊണ്ട് ജെസ്സി കാശി കിടക്കുന്ന ബെഡിൻ്റെ ഒരറ്റത്തായിരുന്നു. അപ്പോഴും അവളുടെ കവിളുകൾ വീർത്തു തന്നെ ഇരുന്നു. നീ ആ കവിൾ ഇങ്ങനെ വീർപ്പിക്കല്ലേ, എൻ്റെ കൺട്രോൾ പോവും. വയ്യാതെ കിടക്കുവാണെന്നൊക്കെ ഞാനെങ്ങ് മറക്കും. പിന്നെ വേണ്ടായിരുന്നു എന്നൊന്നും കാര്യമുണ്ടാവില്ല. കാശി കണ്ണിൽ നിറഞ്ഞ കുസൃതിയോടെ പറഞ്ഞു. ദേ, ഒറ്റ കുത്തുവെച്ച് തന്നാലുണ്ടല്ലോ കിന്നരിക്കാൻ വന്നേക്കുന്നു. അവനെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് ജെസ്സി ബെഡിൽ നിന്നും എഴുന്നേറ്റു. നാഥ്, ഇനി എന്താ നമ്മൾ ചെയ്യുക? എല്ലാവരും എല്ലാം അറിഞ്ഞു. ജോയിച്ചായനും ലിയോണയും തമ്മിലുള്ള വിവാഹം നടത്തുമെന്ന് കട്ടായം പറഞ്ഞിരിക്കുകയാണ് വല്യപ്പച്ചൻ. ഇനിയും അതിനെ എതിർക്കാൻ എനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. ഞാനൊരാൾ മാത്രമാണ് വല്യപ്പച്ചൻ്റെ മുഖത്ത് നോക്കി ആ ബന്ധം നടക്കില്ലെന്ന് പറഞ്ഞത്. കുരിശിങ്കലുള്ള മറ്റാരുടെയും നാവ് വല്യപ്പച്ചന് നേരെ ഉയരില്ല. അത്രയും നേരം ഉണ്ടായിരുന്ന തമാശ മാറ്റിവെച്ച് ജെസ്സി കാര്യത്തിലേക്ക് കടന്നു. അറിയാം ജെസ്സി, പക്ഷേ ഞാൻ ഇനി എന്ത് ചെയ്യാനാണ്? എല്ലാവരും ഇപ്പോൾ തന്നെ എന്നെ വെറുത്തിട്ടുണ്ടാവും. ജോബിച്ചനെ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു. അവൻ്റെ ഉള്ളിൽ ആരോ വിഷം കുത്തി നിറച്ചിട്ടുണ്ട്. അതാരാണെന്ന് കണ്ടുപിടിക്കാതെ ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. അതാരായാലും അവനെ കയ്യിൽ കിട്ടിയ സത്യങ്ങളെല്ലാം ഞാൻ പറയിപ്പിക്കും അവനെ കൊണ്ട്. കണ്ണിലെരിയുന്ന തീയോടെ കാശി മുരണ്ടു. മനയ്ക്കുള്ളിൽ കയറി കൃഷ്ണ അവിടെയാകെ ഒന്ന് വീക്ഷിച്ചു. കയറുമ്പോൾ തന്നെ മുന്നിലെ ചുവരിലായി വച്ചിരുന്ന 4 ചിത്രങ്ങളിൽ അവളുടെ കണ്ണുകൾ ചെന്നു നിന്നു. അതിലേക്ക് തന്നെ കുറച്ചു നേരം ഉറ്റുനോക്കിയ ശേഷം അവൾ മുന്നോട്ട് നടന്നു. വിശാലമായ നടുമുറ്റത്തിന് മുകളിൽ കൽത്തൂണിൽ ചാരി നിന്നുകൊണ്ട് അവൾ നടുമുറ്റത്തിന് നടുവിനായി പണിതിരിക്കുന്ന തുളസിത്തറയിലേക്ക് തന്നെ കുറച്ചു സമയം നോക്കി നിന്നു. ഓർമ്മകളിൽ നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൾ തൻ്റെ റൂമിലേക്ക് നടന്നു. പഴമ നിലനിൽക്കുന്ന 4 കെട്ടാണെങ്കിലും ആധുനിക രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. കൃഷ്ണ റൂമിലെത്തി ബാഗ് ടേബിളിൽ വച്ച ശേഷം കബോർഡ് തുറന്ന് അവർക്ക് മാറിയിടാനുള്ള ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് കയറി. ഫ്രഷായി തിരിച്ചിറങ്ങി അവൾ വാൾമിററിന് മുന്നിൽ വന്ന് നിന്നു. അവളുടെ പ്രതിബിംബത്തിലേക്ക് നോക്കി അല്പസമയം അവൾ അങ്ങനെ തന്നെ നിന്നു. ഒറ്റ ദിവസം കൊണ്ട് താൻ വല്ലാതെ ക്ഷീണിച്ചതുപോലെ അവൾക്ക് തോന്നി. സാരിക്കിടയിലൂടെ കാണുന്ന കുഞ്ഞു വയറിലേക്ക് അവളുടെ കണ്ണുകൾ നീണ്ടു. ഒപ്പം കൈകളും. 2 കൈകൾ കൊണ്ടും വയറിനെ പൊതിഞ്ഞു പിടിച്ച് മിററിലേക്ക് നോക്കി അവൾ അങ്ങനെ തന്നെ നിന്നു. എന്താണ് കൃഷ്ണപല്ലവി? കണ്ണാടി നോക്കി സൗന്ദര്യം ആസ്വദിക്കുകയാണോ? പരിചിതമായ ശബ്ദം കാതിൽ പതിഞ്ഞതും കൃഷ്ണ ഞെട്ടി ശബ്ദം കേട്ടിടത്തേക്ക് നോക്കി. വാതിൽപ്പടിയിൽ തന്നെ നോക്കി മാറിൽ കൈയും കെട്ടി നിൽക്കുന്ന ആളെ കണ്ട് കൃഷ്ണയുടെ കണ്ണുകൾ ഭയം നിറഞ്ഞു. റയാൻ. അവളുടെ ചുണ്ടുകൾ പതിയെ മൊഴിഞ്ഞു.